പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് വലിയ മഹത്വം നൽകുന്നു, എന്നല്ല പ്രോത്സാഹനവും നൽകുന്നു. ജീവിത വിജയം നേടണമെങ്കിൽ ഇത്തരം ആനന്ദങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കണമെന്ന് വരണ്ട ദർശനം പരിശുദ്ധ ഇസ്ലാമിനില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിലൊരു ബന്ധവും പാടില്ല. എല്ലാവരും വെറും നിരാശിതരായി മാറണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട ആനന്ദങ്ങളൊന്നും സ്വീകരിച്ചുകൂടാ. അങ്ങനെ കുറെ ആളുകളെ നമ്മളിപ്പോ പേപ്പറിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാം ഒരിക്കലും സംവിധാനിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ക്രമം പഠിക്കാൻ വേണ്ടി ചില സഹാബി വര്യന്മാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സമീപിക്കുന്നത്. ഓരോരുത്തരും ഓരോന്നും പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ട് ചില ദിവസങ്ങളിൽ നോമ്പില്ല. രാത്രി കുറെ നിസ്കരിക്കുന്നുണ്ട്, കുറെ സമയത്ത് ഉറങ്ങുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ തൻ്റെ ഭാര്യമാരെ സമീപിക്കാറുണ്ട്, അവരോടൊപ്പം ശയിക്കാറുണ്ട്. ഇതൊക്കെ നബിക്കാവാം, കാരണം സ്വർഗം ഉറപ്പുണ്ട്. ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും ഒന്നാമതായി പുനരുത്ഥാനം സംഭവിക്കുന്നതൊക്കെ ഹബീബായ നബി തങ്ങൾക്കാണ്. അപ്പം നബിക്കതൊക്കെ പറ്റും. പക്ഷെ നമ്മളങ്ങനല്ല. ഓരോരുത്തരും ഓരോ പ്രതിജ്ഞ എടുത്തു, ഇനി ഞാൻ കല്യാണം കഴിക്കൂല, കാരണം കുട്ടിയും മക്കളും ഒക്കെ ആവുമ്പോൾ ആരാധനയ്ക്ക് സമയം കിട്ടാതെ വരും. ഇനി എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കുമെന്ന് കൂട്ടത്തിൽ ഒരാൾ പ്രതിജ്ഞ എടുക്കുന്നു. മറ്റൊരാൾ നേരം വെളുക്കുവോളം ഒരു പോള കണ്ണടക്കാതെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, തീരെ ഉറങ്ങൂലെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിയുന്നു. ഒരു നിസ്കാരാനന്തരം എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് ഇതൊന്നും നമ്മുടെ രീതിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ രീതിയല്ല. അവിടുന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ അക്രമക്കും വാത്തുക്കാക്കും, ഞാനാണ് നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളയാണ്. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, പല ദിവസങ്ങളിൽ നോമ്പെടുക്കാതിരിക്കുന്നുണ്ട്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പലപ്പോഴും കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യമാരോടൊത്ത് ശയിക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതും നമ്മളൊക്കെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. ഇതിന് വിരുദ്ധമായ വരണ്ട ജീവിതം കല്യാണം കഴിക്കാനേ പാടില്ല. അത് വിശുദ്ധിക്ക് വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ. ലോകാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ കന്യാസ്ത്രീകളാണെന്നും പറഞ്ഞിട്ട് ഈ വിവാഹം, ആനന്ദം, അതിൻ്റെ അനുബന്ധമായ ദാമ്പത്യ ജീവിതം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ കർത്താവിൻ്റെ മണവാട്ടികളാണെന്നും പറഞ്ഞ് നടക്കുന്നു. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല.